ഡൽഹിയിൽ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരിക്കുന്നു. ജൻപത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങിയിട്ടുള്ള പ്രധാന മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചത്. ഉദ്യോഗസ്ഥരുൾപ്പെടെ 100 കണക്കിന് ആളുകൾ മെട്രോയെയാണ് ഡൽഹിയിൽ ഗതാഗതത്തിന് ആശ്രയിക്കുന്നത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, സുരക്ഷയുടെ ഭാഗമെന്നോണമുള്ള നടപടിക്രമങ്ങളാണ് ഈ സ്വീകരിക്കുന്നത്. മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനപ്പുറത്തേക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്? ഇത് പൊതുജനജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? അക്ഷയ, ഡൽഹിയുടെ നഗരഭാഗത്തുള്ള നഗരഹൃദയത്തിലുള്ള 16 മെട്രോ സ്റ്റേഷനുകളാണ് ഇന്ന് അടച്ചിട്ടിരിക്കുന്നത്. അത്തരത്തിൽ അടച്ചിട്ട പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനാണിത്. പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ജന്തർ മന്ദർ സമരപ്പന്തലിന് ഏറ്റവും തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ്. അതിന് മുന്നിലാണ് ഇത്തരത്തിൽ ഗേറ്റ് അടച്ചുപൂട്ടി അവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ നടപടി എന്തായാലും ഉണ്ടായത്. ലോക് കല്യാൺ മാർഗ്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, രാമകൃഷ്ണ ആശ്രം മാർഗ്, ബാരക്കമ്പ റോഡ്, സുപ്രീം കോർട്ട്, സേവാ തീർത്ത്, ജൻപത്, മണ്ഡി ഹൗസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ITO, ഡൽഹി ഗേറ്റ്, ഇന്ദ്രപ്രസ്ഥ, ഖാൻ മാർക്കറ്റ്, ജോർബാഗ്, ശിവാജി സ്റ്റേഡിയം, ഇത്രയും മെട്രോ സ്റ്റേഷനുകളാണ് ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുന്നത്. ആ അടച്ചുപൂട്ടിയ മെട്രോ സ്റ്റേഷന് മുൻപിൽ ആളുകൾ പോലും വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മാജി, കിतने बजे आए थे इधर? मैं आई हूँ कोई आधा घंटा पहले। तो आई तो कहते बंद किया हुआ है इन्होंने सारे मेट्रो स्टेशन। मैंने गुड़गांव जाना है वापस। अब क्या करेंगे? कुछ क्या करूँ, आप जैसे देख रही हैं वो भी कैब ही नहीं बुक हो रही। अब ऑटो करके ताज पैलेस तक जाऊंगी, उसके बाद फिर आगे वही रूट सीधा लेके जाऊंगी। इन लोग ऑफिसर्स ने क्या कहा आपसे? वो तो यही कहते हैं कि ये बंद रहेगा, अभी नहीं खुलेगा। എന്തായാലും മുന്നറിയിപ്പില്ലാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന ഈ ഒരു ഗേറ്റ് ഇതുവഴിയാണ് കടന്നു പോകാറുള്ളത്. ഇത് പൂട്ടിയിരിക്കുന്നു. താക്കോലും ചങ്ങലയും ഉപയോഗിച്ച് പൂട്ടുന്ന ചങ്ങലയും ഉപയോഗിച്ച് പൂട്ടിയിരിക്കുന്നു. അതിന് മുൻപിൽ CISFന്റെ സുരക്ഷയുമുണ്ട്. CISF ആണ് മെട്രോയ്ക്ക് സുരക്ഷ നൽകുന്നത്. ആ മെട്രോ സ്റ്റേഷനുകൾ പൂട്ടിയിരിക്കുന്നു. പക്ഷേ മെട്രോയ്ക്ക് ഉള്ളിൽ വെച്ചുള്ള ഇന്റർചേഞ്ചിങ്, അതായത് ഒരു മെട്രോയിൽ നിന്ന് ലൈനുകൾ മാറിക്കയറുന്നതിന് തടസ്സമില്ല. പകരം ഈ രീതിയിൽ പുതുതായി ഈ മെട്രോ സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതിനുശേഷം ശക്തമായ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംഡ് പോലീസിനെ തന്നെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേവലം പട്ടേൽ ചൗക്കിലെ മാത്രം കാര്യമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള 16 മെട്രോ സ്റ്റേഷനുകളിലും ഇതാണ് അവസ്ഥ. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു സമരത്തിന് ഇന്നും നിരവധി ആളുകൾ, നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹി ജന്തർ മന്ദറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഹചര്യം കണക്കിലെടുത്താണ് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായാൽ അത് നിയന്ത്രിക്കേണ്ടതിൻ്റെ ഭാഗമായാണ് കൂടുതൽ ആളുകൾ ഈ സമരപ്പന്തലിനടുത്തേക്ക് എത്താതിരിക്കാൻ സമരപ്പന്തലിൻ്റെ ചുറ്റുമുള്ള ഈ മെട്രോ സ്റ്റേഷനുകൾ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സർക്കാരിൻ്റെ നീക്കം എന്നതിനാൽ തന്നെ ആളുകളും വലഞ്ഞിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അവർക്ക് ലക്ഷ്യസ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഡൽഹിയുടെ നഗരഹൃദയത്തിൽ നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ നിരവധി സർക്കാർ ഓഫീസുകൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച ബാരക്കമ്പ റോഡ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയിലെ എല്ലാ ജീവനക്കാരും ആശ്രയിക്കുന്ന മെട്രോ സ്റ്റേഷനാണ്. ആ മെട്രോ സ്റ്റേഷനും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഡൽഹിയിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരഹൃദയത്തിലുള്ള മെട്രോ സ്റ്റേഷനുകളും അടച്ചു. നിലവിൽ ഇപ്പോൾ സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷനൊക്കെ ഉണ്ടാകുന്നത്. മെട്രോ സ്റ്റേഷനുകൾ പലതായി അടച്ചുപൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വിഷ്ണു പ്രസാദ് പങ്കുവയ്ക്കുന്നത്.